കാട്ടണേ. അവർക്ക് നല്ല അദബൊക്കെ ഉള്ള മക്കൾ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല മക്കളാക്കി തരട്ടെ. ഉമ്മ വന്നാലും ബാപ്പ വന്നാലും ഒരു വിഷയമല്ല. ഓൻ ഉമ്മ വന്നത് അറിഞ്ഞിട്ടില്ല, ബാപ്പ വന്നത് അറിഞ്ഞിട്ടില്ല. അതേ സമയത്ത് അങ്ങനെയാണല്ലോ, ഉമ്മ എന്തെങ്കിലും കുട്ടികളെ വല്ലാതെ ശകാരിച്ചാൽ ഒച്ച വെച്ചിട്ട് അല്ലേ, കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ട് ആ മൊബൈൽ മാറ്റി വെക്കാൻ വേണ്ടി ഉമ്മങ്കാലും കുഞ്ഞിനോട് പറഞ്ഞാൽ, ചെറിയ കുഞ്ഞിനോട് ആ മൊബൈൽ മാറ്റി വെച്ചോ, അല്ലെങ്കിൽ ടെലിവിഷൻ ടിവിയുടെ റിമോട്ട് കയ്യിൽ പിടിച്ചാൽ അതങ്ങ് മാറ്റിവെക്ക്, അപ്പുറം വെക്കെന്ന് പറഞ്ഞാൽ, ദാ ഞാൻ നിന്റെ ഭർത്താവൊന്നല്ലോ എന്നോട് ദേഷ്യപ്പെടാൻ, അങ്ങനെയാ പറയാ. എങ്ങനെയുണ്ട് മട്ടം പറയലെങ്ങനെയാ? ഞാൻ നിന്റെ ഭർത്താവൊന്നല്ലോ എന്നോട് ദേഷ്യപ്പെടാൻ, അതാ അങ്ങനെയാ പറയാ. എന്താ കാരണം? ഉമ്മ സ്വന്തം ഭർത്താവിനോട്, ഈ കുട്ടിന്റെ ബാപ്പാനോട് ദേഷ്യപ്പെടുന്നത് ഈ കുട്ടി നേരിട്ട് കണ്ടനുഭവിച്ചതാണ്. ഒരിക്കലും പാടില്ല. അത് കുട്ടികളുടെ ഭാവി അങ്ങ് തകർത്തു കളയും. ഞാനിത് വെറുതെ പറയല്ല. അല്ലര ചില്ലര സൗന്ദര്യ പണക്കങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടാവും. നിങ്ങളെ വീട്ടിലുണ്ടാവൂലേ? ഉണ്ടാവും, സ്വാഭാവികമാണ്. സൗന്ദര്യ പണക്കല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മജല്ല. മജ എന്ന് പറഞ്ഞാൽ രസം, അതിനൊരു അല്ലേ, എപ്പോഴും ഒരേപോലെ എന്നായാൽ പിന്നെ ജീവിതത്തിലൊരു ഇതില്ല. ഇടയ്ക്കൊരു സൗന്ദര്യ പണക്കം, പക്ഷെ അത് വല്ലാതെ നീണ്ടുപോകാൻ പാടില്ല. അവസാനം പിന്നെ അത് ത്വലാഖിലേക്ക് എത്തുകയാണ്, വെറുതെയാണ്. ചിലപ്പോൾ ഒരൊറ്റ കോള് വിളി കൊണ്ട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷേ അത് ചെയ്യാത്ത കൊണ്ട് ഇങ്ങനെ നീണ്ടുപോവാണ്. അത് പിന്നെ എവിടേക്കൊക്കെ എത്തും, പിന്നെ അവസാനം ത്വലാഖ്. അങ്ങനെ ആകാൻ പാടില്ല. അതേ സമയത്ത് അങ്ങനെയാണ്. എത്ര സുബ്ഹാനല്ലാഹ്, എത്ര മരുമക്കളുണ്ട്. മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാന്നാരും, മകന്റെ ഭാര്യക്ക് എന്താ പറയാ? മർമോലു എന്ന് പറയും എൻ്റെ ഭാഷയിൽ. നിങ്ങൾ മരുമക്കൾ എന്ന് പറയും, മകന്റെ ഭാര്യ അല്ലേ. ഓളും ഭർത്താവിൻ്റെ ഉമ്മയും തമ്മിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നമായി. ഇവിടെ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അങ്ങനെയാണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായിണ്ടാവും. ഇല്ല, മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല, എന്നെ കൊണ്ട് വ്യക്തമാക്കി പറയിപ്പിക്കണ്ടല്ലോ. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഉണ്ടാകാതിരിക്കില്ല. ഇവിടെ നെട്ടൂർത്ത കഥയല്ല ഞാൻ പറയണത്, മൊത്തത്തിൽ ഞാൻ പറയണേ ഈ പരിസരം. എന്നാലും ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ സ്വന്തം മോനോട്, സ്വന്തം മകനോട് മകന്റെ ഭാര്യയെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില ഭർത്താക്കന്മാരെ ഉമ്മമാരുണ്ട്. എന്തിനാപ്പ അവർ ഉമ്മമാരായി ജനിച്ചു എന്നപ്പ എനിക്ക് സങ്കടം. അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. എന്താ അതിനൊരു ആമീൻ പറയാത്ത? ഈ കുട്ടികൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാത്തതുകൊണ്ടാ. ഭാവിയിൽ അറിയുമ്പോ ഒക്കെ ഉറക്ക ആമീൻ പറയും. അല്ലാഹു, അത് ഭാവിയിൽ നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ആമീൻ പറഞ്ഞോ. അല്ലാഹു തആല ആ സ്വഭാവമൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ആ ഉമ്മമാർക്കൊക്കെ അല്ലാഹു നല്ല സ്വഭാവം കൊടുക്കട്ടെ. ഇപ്പൊ ഈ മറക്കപ്പുറത്ത് അത്തരത്തിലുള്ള ഉമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ പറയണ സമയം തന്നെ മതിയാകണില്ല. ഞാനിപ്പോ നിർത്താണ്. 11 മണിക്ക് നമുക്ക് കൊടുത്ത് ദ്വാരന്നിട്ട് പിരിയണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിനും ആമീൻ തന്നെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെയാണ് ചില ഉമ്മമാരുടെ സ്വഭാവമൊക്കെ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൂടെ നിൽക്കുന്നവളാണ് സ്വന്തം മരുമകൾ, മകന്റെ ഭാര്യ. പക്ഷെ ആ മകന്റെ ഭാര്യയോട് തന്നെ എപ്പോഴും പ്രശ്നത്തിലാണ്, എപ്പോഴും പണക്കത്തിലാണ്. സ്വന്തം മരുമകളെ കുറിച്ച്, മകന്റെ ഭാര്യയെ കുറിച്ച് മകനോട് എന്തെല്ലാം പരാതി പറഞ്ഞു കൊടുക്കുന്ന സുബ്ഹാനല്ലാഹ് ചില അമ്മായിമ്മമാര്. അമ്മായിമ്മ എന്നല്ലേ പറയാ? വളരെ മോശമാണ്. ഏറ്റവും ആവശ്യമായത് നല്ല സ്വഭാവം വേണം. അതാണ് ഏറ്റവും ആവശ്യം. സ്വഭാവം മോശമായി പോയാൽ ഉമ്മ എന്ത് ഇബാദത്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. എത്ര റാത്തീബ് എടുത്തിട്ടും കാര്യമില്ല, എത്ര ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര തസ്ബീഹ് ചൊല്ലിയിട്ടും കാര്യമില്ല. പക്ഷെ അത് ചൊല്ലിയതിന്റെ ബറക്കത്തോണ്ട് ചിലപ്പോൾ സ്വഭാവം മാറും കേട്ടോ, നല്ല സ്വഭാവമാവും. എന്നാലും സ്വഭാവം മാറാതെ ഇതിങ്ങനെ ചൊല്ലിപ്പറഞ്ഞതുകൊണ്ട് മാത്രം നന്നാകൂല. ആഖിറം രക്ഷപ്പെടണോ, അതിന് ഏറ്റവും ആവശ്യം നല്ല സ്വഭാവം. മകന്റെ ഭാര്യയോട് നല്ല സ്വഭാവമുള്ളവരാകണം, മക്കളോട് നല്ല സ്വഭാവമുള്ളവരാകണം. എന്നാ മകന്റെ ഭാര്യ അതുപോലെ തന്നെ ഇതെന്റെ ഉമ്മാന്റെ സ്ഥാനത്തുള്ള അമ്മായിമ്മയാണെന്ന ബോധം വേണം. അതാർക്ക് വേണം? മകന്റെ ഭാര്യക്ക് വേണം. ഇവളിത് ഏതോ ഒരു ജന്തുവായിട്ടാ കാണാ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഇത് ഏതോ ഒരു ജന്തുവായിട്ടാ കാണാ. അങ്ങനെ പറ്റൂലല്ലോ. സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ, അത് എനിക്ക് ഭർത്താവിനെ സമ്മാനിച്ച ഉമ്മയാണെന്ന ബോധം വേണം. അങ്ങനെ വേണം. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. സ്വഭാവം വളരെ ആവശ്യമാണ്. പക്ഷേ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോ സ്വന്തം കുട്ടികളെ മുന്നിൽ പരസ്പരം ദേഷ്യം തീർക്കാൻ അവസരം കണ്ടെത്തരുത്. അത് വേണമെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയപ്പോളാകാം, കോളേജിൽ പോയപ്പോളാകാം, അല്ലെങ്കിൽ മദ്രസയിൽ പോയപ്പോളാകാം. അല്ല, വീട്ടിൽ കുട്ടികൾ ഉള്ള സമയം തന്നെ ഞായറാഴ്ച ഒരിക്കലും ആകാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരോ തമ്മിൽ പിണക്കം തീർക്കുന്നത് ഞായറാഴ്ച ആകാൻ പാടില്ല. എന്തേ കാരണം? ഞായറാഴ്ച കുട്ടികൾ വീട്ടിലുണ്ടാവും. അതേ സമയത്ത് ഇപ്പൊ അങ്ങനെയല്ല. നല്ല മഴ പെയ്യുന്നത് കൊണ്ട് കുട്ടികൾ ഏത്
സമയത്ത് ആ വീട്ടിൽ ഉണ്ടാവാന്ന് പറയാൻ പറ്റൂല. കാരണം ശക്തമായ മഴ പെയ്യുമ്പോൾ അവധിയാണ്. അവധി കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കലക്ടർക്ക് വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് ചോദിക്കാൻ എന്തേന്ന് അവധിയില്ലാത്തത്. കുട്ടികൾ വിളിച്ച് ചോദിക്കാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. സ്വന്തം മക്കളുടെ മുന്നില് ഭാര്യ ഭർത്താക്കന്മാരായ അവരുടെ മാതാപിതാക്കൾ തമ്മിൽ പിണങ്ങിക്കൂടാ, വഴക്ക് പറഞ്ഞുകൂടാ, ദേഷ്യം പ്രകടിപ്പിച്ചുകൂടാ, അരിശം പ്രകടിപ്പിച്ചുകൂടാ. അതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ മക്കൾക്ക് ബാപ്പാനോടുള്ള നിലയും വിലയും നഷ്ടപ്പെട്ടു പോകും, ഉമ്മാനോടുള്ള മഹത്വം നഷ്ടപ്പെട്ടു പോകും, ബഹുമാനം നഷ്ടപ്പെട്ടു പോകും. അതാണ് ഈ കുട്ടി തമാശക്ക് ചോദിക്കുന്നത്. ഉമ്മാനോട് ചോദിക്കുക, എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ, എന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ നിന്റെ ഭർത്താവൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടി മനസ്സിലാക്കി ഇവർ തമ്മിൽ പണങ്ങുമ്പോ ഉമ്മ ഉപ്പാനോട് എപ്പോഴും ദേഷ്യപ്പെടാണ്. അപ്പൊ അങ്ങനെ ഒരു ദേഷ്യപ്പെടുക എന്ന ഒരു വകുപ്പുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അത് പാടില്ല. നല്ല സന്തോഷകരമായ കുടുംബ ജീവിതം വേണം. അതിന് എന്ത് വേണം? ബിമാ സ്വബറു, നല്ല ക്ഷമിക്കണേ ഉമ്മമാരെ. കുട്ടികളെ ആ രൂപത്തിൽ നല്ലവരായി പാകപ്പെടുത്തിയെടുക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ. ഏത് സമയത്തും മക്കളെ കുറിച്ച് നല്ല ചിന്ത വേണോ. ആ മക്കളെ പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ്. ബാപ്പ സ്വന്തം ഈ കുട്ടികളുടെ ഉമ്മയായ ആ ബാപ്പാന്റെ ഭാര്യയെ സ്നേഹിച്ചിട്ട് മക്കൾക്ക് ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണോ. ഇതുപോലെ തന്നെ സ്വന്തം ഭർത്താവിന്റെ കോള് വരുമ്പോൾ, ഭർത്താവിന്റെ കോള് വരികയാണ്. ആ കോള് വരുമ്പോ കുട്ടി വന്നിട്ട് പറയാ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടോ, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഭർത്താവിന്റെ കോള് വരുന്നു. ആർക്ക്? ഉമ്മക്ക്. മോന്റെ ഉമ്മയാണത്. അപ്പൊ ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വരികയാണ്. ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വന്നാൽ കുട്ടി വേഗം അല്ല, അപ്പൊ ഉമ്മ ചോദിക്കും, മോനെ ആരെ കോളാണൊന്ന് നോക്ക് എന്ന് പറയില്ലടാ, പറയില്ലേ? ഒന്ന് പറയും. അപ്പൊ ഉമ്മാന്റെ മൊബൈൽ നോക്കിയിട്ട് ഓൻ പറയാം, പിന്നെ ഉപ്പയാണ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ? ഉപ്പ തന്നെയല്ലേ? ഉപ്പച്ചി എന്ന് പറയാ. അങ്ങനെയൊക്കെ പറയലുണ്ട് ചില സ്ഥലത്ത്. ഉപ്പച്ചി എന്നും പറയും, കുഞ്ഞാപ്പാന്ന് പറയും. നാളൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുഞ്ഞാപ്പാന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞാപ്പക്ക് നിങ്ങൾക്ക് എന്താ ബന്ധം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ബാപ്പയാണെന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പാനെ കുഞ്ഞാപ്പാന്ന് വിളിക്കുക? ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. എന്താ കാരണം? എല്ലാവരും അങ്ങ് കുഞ്ഞാപ്പാന്ന് വിളിച്ചപ്പോ മക്കളും ഇയാളെ കുഞ്ഞാപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോ ഉമ്മ ചോദിച്ചു, ആരെ കോളാ മോനെ ഒന്ന് നോക്കുന്ന പറഞ്ഞു. ഉമ്മാന്റെ മൊബൈലിലേക്കല്ലേ ഈ കോൾ വന്നത്. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ ആരതാ നോക്കുന്നത്? ഓ മദ്രസയിൽ പോകുന്ന മോനാണ്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ അത് ബാപ്പാന്റെതാണ്. എടുക്കണോ? ഇപ്പൊ ഇരിക്കട്ടെ അവിടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ തന്നെ കുട്ടി മനസ്സിലാക്കിയില്ലേ, ഈ ഉമ്മാക്ക് ബാപ്പാനോട് അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബാപ്പാന്റെ കോള് കണ്ടവിടനെ വേഗം എടുക്ക്, കൊണ്ടുവാ എന്നല്ലേ പറയേണ്ടത്. അതേ സമയത്ത് ചിലപ്പോ ഉമ്മ കുളിക്കുന്നുണ്ടാവും. അപ്പൊ ഏതായാലും കോൾ എടുക്കാൻ പറ്റൂലല്ലോ കുട്ടിയോട്. നീ കോള് കൊണ്ടാന്ന് പറയാൻ പറ്റൂല. എന്നാലും അടുക്കളയിലാണെങ്കിൽ പോലും ഉമ്മ വേഗം ഒന്ന് പോയിട്ട് ആ കോളൊന്ന് എടുത്തിട്ട്, ഇനി വലിയ തിരക്കാണെങ്കിൽ പോലും ഉമ്മാക്ക് ആ കോളൊന്ന് എടുത്തിട്ട് പറയാലോ, ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക, ചെറിയ പിന്നെ ഭക്ഷണത്തിന്റെ ഉണ്ടാക്കണ ഒരു ഇതിലാണ്, നിങ്ങൾ ഇപ്പൊ വരുമല്ലോ, വരുമ്പോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ്ടേ, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ, ഇപ്പൊ വിളിക്കാം, അർജന്റ് ഒന്നുമില്ലല്ലോ, ഇല്ല ഞാൻ ഇപ്പൊ വിളിക്കാം, വേണ്ട. അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കാണ്, ബാപ്പാന്റെ ഒരു കോൾ ഉമ്മാക്ക് അങ്ങ് വന്നപ്പോ, അല്ലാ ഉമ്മ എത്ര ആവേശത്തോടെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്, എത്ര വലിയ തിരക്കുള്ളവളാ എന്റെ ഉമ്മ. അങ്ങനെയല്ലേ മനസ്സിലാക്കണേ? ഏറ്റവും വലിയ തിരക്ക് അവർക്കാണല്ലോ വീട്ടിലല്ലേ, നമുക്ക് ചിലപ്പോൾ ചെറിയ വിശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പൊ ആ തിരക്കുള്ള ഉമ്മ പോലും എന്റെ ബാപ്പാന്റെ ഒരു കോൾ വന്നപ്പോ എടുത്തു. അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കി, ബാപ്പാന്റെ കോൾ വന്നാൽ എന്ത് തിരക്കാണെങ്കിലും അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഓൻ പിന്നെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോ, ഇവിടെ അങ്ങനെ കളിക്കാറില്ലേ ഗ്രൗണ്ടിലൊന്നും ഇല്ല, അതെ പിന്നെ കളിയില്ല, പിന്നെ അതിനൊരു രസം ഉണ്ടടാ, കളി ഇപ്പൊ കളിക്കണം, ഇപ്പൊ കളിച്ചില്ലേ പിന്നെ എപ്പോഴാ കളിക്കണേ അല്ലേ? ഇവിടെ എന്താ കളിക്കുക? ശരി, ഞങ്ങളെ നാട്ടിലൊക്കെ ക്രിക്കറ്റാ, അത് ഓരോ സ്ഥലത്ത് ഓരോ കളിയാണ്. അപ്പൊ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാപ്പാന്റെ കോൾ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഈ കുട്ടി ക്രിക്കറ്റിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാ ബാപ്പാന്റെ കോൾ വരുന്നത് മൊബൈലിക്ക്, കുട്ടിന്റെ മോന്റെ മൊബൈലിക്ക്. അപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ബാപ്പയാണ്. അപ്പൊ അല്ലോ അപ്പാന്റെ കോളല്ലേ, വേഗം എടുക്കും. അത് എവിടുന്ന് പഠിച്ചു?
ഉമ്മ ബാപ്പാന്റെ കോള് വന്നത് വളരെ തിരക്കിട്ട സമയത്ത് പോലും ഉമ്മ ആ കോൾ അറ്റൻഡ് ചെയ്തത് മകൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ കുട്ടി മോനതങ്ങെടുത്തു. പിന്നെയാണ് അവന്റെ കളിയൊക്കെ ബാപ്പാന്റെ കോളിന് ശേഷം. അതേ സമയത്ത് ഉമ്മാക്ക് ഭർത്താവ് കോള് വിളിച്ചപ്പോ ഉമ്മ അത് വലിയ മൈൻഡ് ചെയ്തില്ല, നെവർ മൈൻഡ് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാം, ബാപ്പല്ല അവിടെ ഇരിക്കട്ടെ, സാരല്ല, എന്തെങ്കിലും ഇങ്ങനെ സറ പറയാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് മകനോടെങ്കാലും പറഞ്ഞാൽ, ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മകന് ഉപ്പാന്റെ കോൾ വന്നാലും ഓനിങ്ങെടുക്കും, ബാപ്പയാണല്ലേ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കീശയിൽ വെക്കും. കേട്ടാ, അവന്റെ മനസ്സിൽ ബാപ്പാനോടുള്ള ബഹുമാനം ഇല്ലാതായി പോയി. ഞാൻ പറഞ്ഞു വന്നത്, ബാപ്പാനോടുള്ള ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും ഏറ്റവും കൂടുതൽ മക്കൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, മദ്രസയിൽ നിന്നാണെന്ന് ഒരു രക്ഷിതാവും തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ ശ്രേഷ്ഠത മദ്രസയിൽ പഠിച്ചേക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ ബാപ്പാന്റെ ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതാരാണ് പഠിപ്പിക്കേണ്ടത്? പരസ്പരം മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അത് പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിപ്പിക്കേണ്ടത്, ചെയ്തികൾ കാണിച്ചു കൊടുത്തിട്ടാ.